വാട്സാപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇന്ത്യൻ ബൈക്ക് വെച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സൊക്കെ നമുക്ക് അത്യാവശ്യം ഇന്ത്യൻ ബൈക്കിൽ അറിയേണ്ട ചീറ്റ് കോഡ്സൊക്കെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് RS ടൂളിലുമുണ്ട്, നമ്മുടെ ഫോൺ ചീറ്റ് കോഡ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ? ഓക്കെ, അപ്പോൾ വീഡിയോയൊക്കെ കിടക്കുന്നു. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന മുമ്പിൽ വീഡിയോ ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ത്യ ബൈക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സൊക്കെ അടിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് ഓർമ്മയാക്കി വെക്കുക. നിങ്ങളൊന്ന് സ്ലോ ആക്കിയാൽ ആ ചീറ്റ് കോഡ്സൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കും. നിങ്ങളൊന്ന് പ്ലേ ബാക്ക് ഒന്ന് സ്ലോ ആക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ചീറ്റ് കോഡ്സ് RS ടൂൾ ചീറ്റ് കോഡ്സൊക്കെ പറഞ്ഞു തരാം. കുറച്ച് റാമ്പുകളൊക്കെ നമ്മളുടെ ഈ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ അപ്ഡേറ്റിൽ വന്ന റാമ്പുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം R2 അടിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫ്ലിപ്പായ ഒരു അടിക്കും. അതേപോലെ R2 വരുമ്പോൾ R3 വരുമ്പോൾ വേറെ ഏതോ ഒരു ഇത് വരും. അതേപോലെ R4 വരുമ്പോൾ വേറെ ഏതോ ഒരു റാമ്പ് വരും. ഇങ്ങനെ 3 വെറൈറ്റി റാമ്പാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് വന്നത്. അത് നമുക്ക് മോൺ ഓൺ ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇപ്പോൾ ഇത് ഒരു ക്രിയേറ്റീവ് ഫ്യൂച്ചർ തന്നെയാണ്. അഥവാ നമുക്ക് നമ്മളായി ക്രിയേറ്റീവായ ഒരു റാമ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ ബൈക്ക് കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു അഭിപ്രായമാണ് എങ്ങും. പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്നത് നമ്മളുടെ എങ്ങനെയാണ് ഷർട്ട് പാൻറ്റ് ഒക്കെ നമ്മൾ ചിലർ ഇടുന്നത് കാണാം. ഇത് ആദ്യമായിട്ട് കളിക്കുന്നവർക്ക് അറിയില്ല, പക്ഷേ സാധാരണ കളിക്കുന്നവർക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് കളിക്കുന്നവർ അത് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാൻ അടുത്ത ചീറ്റ് കോഡ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാം. വണ്ടികളുടെയും കാറുകളുടെയും ചീറ്റ് കോഡ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോകട്ടെ. ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പോയി, അതാണ് കാരണം എയർപോർട്ടിൽ വരാൻ കാരണം ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ട്രാക്ടർ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരേണ്ടി. ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഇപ്പോൾ വേറെ ചീറ്റ് കോഡ്സ് അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ ബൈക്കിലെ ചീറ്റ് കോഡ്സാണ്, ബൈക്കിൻ്റെ ചീറ്റ് കോഡ്സാണ് ബൈക്കിൻ്റെ ചീറ്റ് കോഡ്സ് മാത്രമാണ് അടിക്കുന്നത്. 4-0 അടിക്കുമ്പോൾ നമുക്കൊരു സ്കൂട്ടി വരുന്നത് കാണാം. 0-0 അടിക്കുമ്പോൾ യമഹ 1R15 അടിക്കാം. 400 അടിക്കുമ്പോൾ ZX10R ഇടുന്നതാണ്. അതേപോലെ ഇപ്പം ഞാൻ അടിച്ച കോറ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ ഈ ബൈക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കോഡ് പറഞ്ഞു തരാം. 3-9 അടിക്കുമ്പോൾ ഏതോ ഒരു വണ്ടി വരുന്നു, ഞാൻ പേര് പറയാൻ ടൈമില്ല. പിന്നെ 4-1 അടിക്കുമ്പോൾ നമുക്ക് സൈക്കിൾ കിട്ടുന്നു. അതേപോലെ 2-1 90 അടിക്കുമ്പോൾ നമുക്ക് ഒരു ബൈക്ക് വരുന്നു. അതേപോലെ നേരത്തെ 12-10 അടിക്കുമ്പോൾ ഒരു KTM വന്നിരിക്കുന്നു. അതേപോലെ 12-11 അടിക്കുമ്പോൾ വേറെ ഏതൊരു ബൈക്ക് വന്നു, പൾസറാണ് വന്നിരുന്നത്. അതേപോലെ നമ്മൾ ബമ്പർ വണ്ടി എടുത്തിരിക്കുന്നു. ബമ്പർ എന്ന് പറഞ്ഞാൽ സ്കൂട്ടീൻ്റെ വണ്ടി. പിന്നെ 3000 അടിക്കുമ്പോൾ നമ്മൾ സ്വന്തം നിഞ്ച H2R വന്നിരിക്കുന്നു. അതേപോലെ 40-50 അടിക്കുമ്പോൾ നമ്മൾ അപ്പാച്ചി സ്പ്ലെൻഡറല്ല അപ്പാച്ചി വരുന്നു. അതേപോലെ അടുത്ത ഇതിൽ നമ്മളുടെ ഡ്യൂക്കാണ് വന്നത്. അതേപോലെ 60-21 അടിക്കുമ്പോൾ നമ്മൾ സ്വന്തമായി സ്പ്ലെൻഡർ വരുന്നു. അതേപോലെ അടുത്ത ചീറ്റ് കോഡ്സ് ഞാൻ പറഞ്ഞു തരാം. 5000 അടിക്കുമ്പോൾ വേറെ ഏതോ ഒരു ബൈക്ക് പൾസർ RS366 ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതേപോലെ ട്രോൺ ബൈക്കിൻ്റെ ചീറ്റ് കോഡാണ് ഞാൻ ഇപ്പോൾ അടിച്ചത്. 5000 വേറെ ഏതോ ഒരു ബൈക്ക്. ഈ ബൈക്കിൻ്റെ പേരൊക്കെ എനിക്കൊന്നും അറിയില്ല. പിന്നെ 900 എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്പ്ലെൻഡർ തന്നെയാണ്. പിന്നെ ഒരു ബുള്ളറ്റ് വന്നിരിക്കുന്നു. ഇത് കണ്ടിട്ട് ബുള്ളറ്റാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ 4-9 അടിച്ചിരിക്കുന്നു. അപ്പോൾ വേറെ ഒരു ബുള്ളറ്റ് സ്പോണായിരിക്കുന്നു. അതേപോലെ 4-8 അടിച്ചപ്പോൾ ഏതോ ഒരു വണ്ടി സ്പോണായിരിക്കുന്നു. അതേപോലെ ഇതൊക്കെ ഞാൻ ബൈക്കിൻ്റെ ചീറ്റ് കോഡ്സ് പറയുന്നതാണെന്ന് നിങ്ങൾ ഓർക്കണം. പിന്നെ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് കാറിൻ്റെ ചീറ്റ് കോഡ്സാണ്. അതിന് മുമ്പ് ബൈക്ക് തീരട്ടെ, എന്നിട്ട് ഞാൻ കാറിൻ്റെ ചീറ്റ് കോഡ്സ് പറഞ്ഞു തരാം. ഇതാണ് ഗോസ്റ്റ് റൈഡർ ബൈക്ക്. ഞാൻ അകലെ എത്താൻ കാരണം ഈ ബൈക്കുകൾ എടുത്ത് നമ്മൾ ഈ ഗോസ്റ്റ് റൈഡർ ബൈക്ക് സ്പോൺ ചെയ്താൽ അതൊക്കെ പൊട്ടി തെറിച്ചുന്നതാണ്. ഇനി ഞാൻ കാർസിൻ്റെ ചീറ്റ് കോഡാണ് പറയാൻ പോകുന്നത്. കാർസിൻ്റെ ചീറ്റ് കോഡ് 300 ആണ്. അത് നമ്മളുടെ പോർഷയാണ് വരുന്നത്. പോർഷെ അല്ല, ഇത് ഏതോ കാറിനാവും. ടാർ ഏതോ ഒരു കാറാണ്. അതേപോലെ നമ്മളുടെ ക്ലാസിക് സ്കോർപ്പിയോ ആണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ അടുത്തതാണ്
മൂന്ന് നാലടിക്കുമ്പോൾ വേറൊരു സ്കോർപ്പിയോ, അത് നമ്മൾ സാധാ സ്കോർപ്പിയോ തന്നെ, രണ്ടും ഒരേ മോഡലാണ്. പിന്നെ ഓഡി 319, പിന്നെ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ 700 അടിക്കുമ്പോൾ ലംബോർഗിനി, 800 അടിക്കുമ്പോൾ ബുഗാട്ടി, 900 അടിക്കുമ്പോൾ നമുക്ക് ഏത് കൈസർ എന്തൊരു വണ്ടിയാണ്. പിന്നെ ടൊയോട്ട നമ്മളെ ഫോർച്യൂണർ അടിക്കണമെങ്കിൽ 1000 അടിക്കാം. 1001 അടിച്ചാൽ നമുക്ക് ലെജൻഡറി കിട്ടുന്നതാണ്. പിന്നെ ഇത് റോൾസ് റോയ്സർ അടിക്കും. റോൾസ് റോയ്സറിൻ്റെ ചീറ്റ് കോഡാണ് ഞാൻ ഇപ്പോൾ അടിച്ചത്. നിങ്ങൾ എല്ലാ ചീറ്റ് കോഡും മനഃപ്പാടമാക്കണം. പിന്നെ 2020 ഇൻ്റർവർ മോഡിഫൈ ഇൻ്റർവറാണ്. അതേപോലെ 2244 നമ്മളുടെ സൂപ്രയാണ്. സൂപ്ര നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ അത് കാണിക്കുന്നില്ല. പിന്നെ 3001 നമ്മളുടെ ബോട്ടാണ്. പിന്നെ നമ്മളുടെ അടുത്തത് 300 ബൊലേരോ. ഈ വണ്ടികൾ ആർക്കും എത്ര പേർക്ക് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 3005 നമ്മളുടെ GTR ആണ്. അത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ലംബോർഗിനിയാണ്. ലംബോർഗിനി ചീറ്റ് കോഡ് ഞാൻ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ 4308 നമ്മളുടെ പോർഷയാണ്. അതേപോലെ 6646 നമ്മളുടെ റേഞ്ച് റോവറാണ്. റേഞ്ച് റോവർ. അതേപോലെ 8123 നമ്മളുടെ മസ്റ്റാങ്കാണ്. ഇതുപോലെ പൗണ്ട് എന്താ ഒരു ചെറിയ പ്രശ്നമുണ്ടോ? ഞാൻ കുറച്ച് വിട്ടിലാണ്, അകലെ ചേക്കുന്നു. 8123 നമ്മളുടെ മസ്റ്റാങ്കാണ്. പിന്നെ നമ്മളുടെ അടുത്ത സീറ്റ് കോഡ് ഞാൻ പറയുന്നുണ്ട്. 8811 നമ്മളുടെ ഫെറാറിയുടെ ചീറ്റ് കോഡ്സ്. പിന്നെ നമ്മളുടെ 8807 ഒരു ഹമ്മർ വണ്ടി. പിന്നെ അടുത്തത് 9090 നമ്മളുടെ മോഡിഫൈ താർ. അതേപോലെ അടുത്ത 9091 നമ്മളുടെ സാധാ ക്ലാസിക് താറാണ്, നമ്മളെ സ്റ്റോക്ക് താറാണ്. അതേപോലെ അടുത്ത ചീറ്റ് ഞാൻ അടിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ 100 അടിക്കുമ്പോൾ നമ്മളുടെ പോലീസ് വണ്ടി കാണുന്നുണ്ടാവും. 101 അടിക്കുമ്പോൾ അതിൻ്റെ ഫോർച്യൂണറിൻ്റെ പോലീസ് വണ്ടിയാകും. അങ്ങനെ കാർസിൻ്റെ ചീറ്റ് കോഡ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതെങ്കിലും കാർ ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ല. അത്രയേ ഉള്ളൂ കാറുകൾ. പിന്നെ മാസ്റ്റർ ട്രക്ക് നിങ്ങൾ അതിൻ്റെ ഒപ്പം 0 ചേർത്താൽ മതി. ഇപ്പോൾ 0100 നമ്മളുടെ പോലീസ് കാറിൻ്റെ മാസ്റ്റർ ട്രക്ക്. ഇത് സ്പോൺ ചെയ്യുമ്പോൾ ജമ്പ് ചെയ്യുന്നവയാണ്. അതേപോലെ 0101 നിങ്ങൾ കണ്ടില്ലേ എന്ത് ഹൈറ്റിലാണ് അത് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതും സ്പോൺ ആയിട്ടുണ്ട്. ഇതേപോലെ പോർഷ അമ്മാതിരി തെറിച്ചലാണ് പോയത്. അപ്പോൾ അത് തലക്കുത്തനെ എടുക്കുന്നുണ്ട്. അതേപോലെ 0900 അടിച്ചാൽ നമുക്ക് മോഡിഫൈഡ് താറിൻ്റെ മോഡിഫൈഡ് ട്രക്ക് എന്താണ് മാസ്റ്റർ ട്രക്ക് റെഡി ആവുന്നത് കാണാം ആ വണ്ടിൻ്റെ. അതേപോലെ അടുത്ത് ലംബോർഗിനിൻ്റെ ഒക്കെ നമുക്ക് മാസ്റ്റർ ട്രക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ഒപ്പം ജസ്റ്റ് ഒന്ന് 0 ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ 1000 അടിച്ചപ്പോൾ ഫോർച്യൂണർ വരുന്നത് കാണാം നിങ്ങൾക്ക്. അതേപോലെ അടുത്തത് അതിൻ്റെ നേരെ ഞാൻ സ്റ്റോക്ക് താറിൻ്റെതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. മോഡിഫൈഡ് താറിൻ്റെയാണ് ഞാൻ മാസ്റ്റർ ട്രക്കാക്കി എടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഒപ്പം 0 ചേർത്ത് നമുക്ക് പല മാസ്റ്റർ ട്രക്കുകൾ സ്പോൺ ചെയ്യാം. അതേപോലെ ഇനി നമ്മൾ വലിയ വണ്ടികളാണ് പറയുന്നത്, അഥവാ ബിഗ് വെഹിക്കിൾസ് ആദ്യം പറയുന്നത്. അതോ ഒരു ചെറിയ പ്രശ്നം പറ്റി. 5643 നമുക്ക് അടിച്ചാൽ ഒരു ട്രാക്ടർ വരുന്നത് നമുക്ക് കാണാം. അതേപോലെ 5599 അടിച്ചാൽ ബസ് വരുന്നത് കാണാം. അതേപോലെ അടുത്തത് 606 അടിച്ചാൽ ഫയർ ട്രക്ക് വരുന്നത് കാണാം. അതേപോലെ 12 അടിച്ചാൽ നമ്മളുടെ ഒരു ട്രക്ക് വരുന്നത് കാണാം. 012 അടിക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ട്രക്ക്, ഒരു ട്രോളി ആയിട്ടുള്ള ട്രക്ക് വന്നിരിക്കുന്നു. അതേപോലെ ഇനി അടുത്തത് നമുക്ക് കാണാം. അടുത്തത് 4040 ടാങ്കർ. പിന്നെ അടുത്തത് കുറച്ച് അകലെയാക്കി നമുക്ക് സ്പോൺ ചെയ്യാം ബിഗ് വെഹിക്കിൾസ് ആയതുകൊണ്ട്. 667 നമ്മളുടെ JCB ആണ്. ഇതിന് പല ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഇത്രേ ഉള്ളൂ ബിഗ് വെഹിക്കിൾസ്. പിന്നെ നമുക്ക് കുറേ ഫ്ലൈയിങ് വെഹിക്കിൾസ് ഉണ്ട്, പറക്കാൻ പറ്റുന്ന വെഹിക്കിൾസ് ഉണ്ട്. ഒന്നാമത്തെ ജെറ്റ് പാക്ക്, വലിയ ജെറ്റ് പാക്ക്. പിന്നെ അത് ചെറിയ ജെറ്റ് പാക്ക്.
അതേപോലെ 555 നമ്മളുടെ പ്ലെയിന്, പിന്നെ അതേപോലെ 7000 നമ്മളുടെ ഹെലികോപ്റ്ററിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അടുത്തത് ഞാൻ കുറച്ച് തിങ്സുകൾ അഥവാ ഒബ്ജക്ട്സുകൾ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ അടിച്ച ചീക്കോട് അടിച്ച നല്ല ഉയരമുള്ള ക്ലാസ് ടാങ്കുകൾ വരുന്നത് കാണാം. അതേപോലെ 20 അടിച്ചാൽ 20-30 അടിച്ചാൽ നമുക്ക് സോംബീസ് വരുന്നത് കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ തോക്ക് എടുക്കട്ടെ, ചിലപ്പോൾ സേഫ്റ്റി ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ നിന്ന് കാണുന്നുണ്ടാവും ഒരു സോംബി വരുന്നത്. നമ്മൾ AWM സ്കോപ്പ് ചെയ്തിരിക്കുന്നു. അതേപോലെ അടുത്തത് 240 ആണ്. 240 വരുമ്പോൾ നമുക്ക് സോംബി ഡീആക്ടിവേറ്റ് ചെയ്യാം. അതേപോലെ ഗെയിം ഫ്യൂച്ചേഴ്സ് ഞാൻ പറഞ്ഞു തരാം. 99 ആകും രാത്രിയാകുന്നു. അത് 1 2 3 4 5 എന്ന് അടിക്കുമ്പോൾ നമുക്ക് NPCകൾ കൂടുന്നു. അതേപോലെ 5 4 3 2 1 നമുക്ക് അടിക്കുമ്പോൾ മോർ വെഹിക്കിൾസ് വരുന്നു, അഥവാ കാറുകൾ കുറേ ഉണ്ടാകുന്നു. 99 അടിക്കുമ്പോൾ പിന്നെ നമുക്ക് രാവിലെ ആക്കാൻ കഴിയും. അതേപോലെ 912 അടിക്കുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഹെൽത്ത് ലഭിക്കുന്നു. അതേപോലെ 12-15 അടിക്കുമ്പോൾ നമുക്ക് സൂപ്പർ ജമ്പാണ് കിട്ടുന്നത്. നമ്മൾ എല്ലാത്തിനെക്കാട്ടും ഉയരത്തിൽ ചാടുന്നു. എങ്ങനെയാണ് ഇപ്പോൾ ചത്തി വീണത്? അത് കുഴപ്പമില്ല. പിന്നെ 12-16 അടിക്കുന്നു. 11-29 സ്കൈ ഫാളാണ്. അതേപോലെ 3-1-2 സ്ലോ മോഷൻ, 3-1-2 അതിൻ്റെ ലെവൽ 2. നമ്മൾ ഈ ഓരോ അനുസരിച്ച് അടിക്കുമ്പോൾ നമുക്ക് ലെവൽ കൂടുന്നത് കാണാം. ഇപ്പോൾ പച്ച സ്ലോ മോഷൻ ആയിരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ചീറ്റ് കോഡ്സൊക്കെ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇത്ര ചീറ്റ് കോഡ്സ് ഉള്ളൂ ലഭ്യമാണ് ഇന്ത്യ ബൈക്കിൽ. അതേപോലെ ഇപ്പോൾ 7-1-1-2 അടിക്കുമ്പോൾ നമുക്ക് മൂൺ ഗ്രാവിറ്റി ലഭിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ സ്റ്റിക്കി ബോംബുകളുണ്ട്, AK-47, അങ്ങനെ പല ഗണ്ണുകളുമുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഞാൻ സ്റ്റിക്കി ബോംബ് എഴുതുമ്പോൾ അത് വെല്ല പോകുന്നു. ഇത് മൂൺ ഗ്രാവിറ്റീൻ്റെ ഒരു ലക്ഷണമാണ്. അതേപോലെ 7-1-1-2 നമ്മൾ അടിക്കുമ്പോൾ മൂൺ ഗ്രാവിറ്റി അത് ഡീആക്ടിവേറ്റ് ആവും. അത് നമ്പർ തന്നെ അടിക്കും, അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ അത് നല്ല സാധാ പോലെ വിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്ത്യ ബൈക്കിലെ ചീറ്റ് കോഡ്സ്. ഇനി ഒരു ചീറ്റ് കോഡ്സ് ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ അടിക്കാൻ പാടില്ല. അത് അടിച്ചാൽ നമ്മൾ ഡെത്ത് ആവും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. ഓക്കെ, ബൈ.